നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും തിരഞ്ഞെടുപ്പിന് 3 മാസം മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCCയുടെ ലക്ഷ്യ 2026 നേതാക്കളുടെ ഉച്ചകോടിക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ജനുവരി അവസാനത്തോടെ ഏതാനും സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ഫെബ്രുവരി മാസത്തോടെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും KC വേണുഗോപാൽ മാതൃഭൂമി പ്രതിനിധി KP ഷൗക്കത്ത് അലിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയ നടപടികൾക്ക് തുടക്കമിട്ടതായും മധുസൂദനൻ മിശ്രയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഉടൻ കേരളത്തിലെത്തി പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള എതിരാളികളുടെ പ്രചാരണങ്ങളെ തള്ളി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് വലിയ ഐക്യം പ്രകടിപ്പിക്കുമെന്നും ലക്ഷ്യ 2026 ഉച്ചകോടി അതിന് കരുത്ത് പകർന്നിട്ടുണ്ടെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിനെതിരായ ജനവികാരം പൂർണ്ണ അർത്ഥത്തിൽ വോട്ടാക്കി മാറ്റുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ക്യാമ്പയിൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ സജ്ജമാക്കിക്കൊണ്ടും പാളിച്ചകളും പാകപ്പിഴകളും മറികടന്നുകൊണ്ടും പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിർണായക തീരുമാനങ്ങളെന്നത് രാഷ്ട്രീയ വൃത്തങ്ങൾ ശ്രദ്ധയോടെയാണ് കാണുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ഈ മാസം പകുതിയോടെ പൂർത്തിയാക്കി പ്രചാരണത്തിൽ മുൻതൂക്കം നേടാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ തീർപ്പാക്കി ജനുവരി 15-ന് ശേഷം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപന കാലതാമസം പ്രചാരണത്തെ ബാധിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നേരത്തെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. UDFന്റെ കേരള ജാഥയ്ക്ക് മുമ്പ് തീരുമാനമുണ്ടാകും. മിക്കവാറും എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കും. മുതിർന്ന നേതാക്കളെ ജയസാധ്യത പരിഗണിച്ച് സ്ഥാനാർത്ഥികളാക്കും. പകുതി സീറ്റുകളിൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തുക എന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നടപ്പാക്കുന്നതിനൊപ്പം പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. നിലവിലെ MLA-മാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കുമെങ്കിലും പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പുതിയ പകരക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. മുൻ KPCC പ്രസിഡന്റുമാരായ KS സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ തുടങ്ങിയവരുടെ പേരുകൾ സ്ഥാനാർത്ഥി ചർച്ചകളിൽ സജീവമാണെങ്കിലും MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് നിർണായകമാകും. ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങാനിരിക്കെ ജയം ഉറപ്പുള്ള സീറ്റുകൾ ആവശ്യപ്പെടാനൊരുങ്ങിയാണ് UDFിലെ ചെറു പാർട്ടികൾ. തിരുവനന്തപുരവും കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലവുമാണ് CMP ആവശ്യപ്പെടുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി CP ജോണിന് മത്സരിക്കാൻ തിരുവനന്തപുരം വേണമെന്ന് CMP കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. CM വിജയകൃഷ്ണന് വേണ്ടിയാണ് കുന്നമംഗലം ആവശ്യപ്പെടുന്നത്. 2021 പരാജയപ്പെട്ടുവെങ്കിലും കോൺഗ്രസ് വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. സിറ്റിംഗ് MLA ആന്റണി രാജുവിന് തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ ലഭിച്ചതോടെ UDFന്റെ വിജയസാധ്യത കൂടിയിട്ടുണ്ട്. മുൻ MLA VS ശിവകുമാർ മണ്ഡലത്തിൽ സജീവമാണ്. സുനിൽ കനകോലി നൽകിയ റിപ്പോർട്ടിൽ KS ശബരിനാഥിന്റെ പേരും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം CP ജോണിന് വിട്ടുകൊടുക്കാതിരിക്കാനും കളികളുണ്ട്. എന്നാൽ CP ആണ് തിരുവനന്തപുരത്തെ മികച്ച സ്ഥാനാർത്ഥി. എല്ലാ സമവാക്യങ്ങളും തിരുവനന്തപുരത്തെ CP ജോണിന് അനുകൂലമാണ്. UDF ഇതും തിരിച്ചറിയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആസൂത്രണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ക്യാമ്പ് കോൺഗ്രസിന് പുത്തൻ ഉണർവാകുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. നിയമസഭയിൽ UDFന് 100-ന് മുകളിൽ സീറ്റിൽ വിജയ പ്രതീക്ഷ വെക്കുമ്പോൾ തന്നെ 85 സീറ്റിൽ വിജയസാധ്യതയുണ്ടെന്നാണ് നേതൃയോഗത്തിലെ മേഖല തിരിച്ചുള്ള അവലോകന യോഗത്തിലെ വിലയിരുത്തൽ. മലപ്പുറത്തും പത്തനംതിട്ടയിലും വയനാട്ടിലും മുഴുവൻ സീറ്റുകളിലും വിജയ പ്രതീക്ഷ വെക്കുന്നു. എറണാകുളം ജില്ല കോൺഗ്രസിന്റെ ശക്തി ദുർഗമായി മാറുമെന്നാണ് നേതൃയോഗത്തിലെ മേഖല തിരിച്ചുള്ള അവലോകന യോഗത്തിൽ വിലയിരുത്തിയത്.